എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചിക്കൻ കറിയുടേതാണ്. ഒരുപാട് ചിക്കൻ കറികളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും ടേസ്റ്റുള്ള ചിക്കൻ കറി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ചിക്കൻ കറിയേ പറയുള്ളൂ. കാരണം ഇതെൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കറിയാണ്. ഞാനിതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ അമ്മയെ വെറുതെ പൊക്കി പറയുകയാണെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ. സത്യമായിട്ടും ഭയങ്കര ടേസ്റ്റാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഈ കറിക്ക് ഉള്ളൂ. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. സത്യമായിട്ടും ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ പാത്രത്തിന് പോലും അടിയാണ്. അത്രയ്ക്ക് വലിയ സംഭവമാണെങ്കിൽ ഒന്ന് നോക്കിയാലോ നമുക്ക് ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. നമ്മളിതാ കിച്ചണിലെത്തിയിട്ടുണ്ട്. ഈ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ അമ്മ എപ്പോഴും ഈ പാത്രമാണ് കേട്ടോ എടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും ഞാൻ ഉണ്ടാക്കുമ്പോഴും അമ്മ ഉണ്ടാക്കുമ്പോഴും ടേസ്റ്റിലൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അമ്മയെ കൂടെ ഒന്ന് ബാക്കിൽ നിർത്തുകയാണ്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അളവ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി. ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. കുറച്ച് അധികം ഉണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയുണ്ട്, ഒരു തുടം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ചതച്ചെടുത്തതാണ്. ഇനി ഇതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കും. ഇപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇങ്ങനെ എണ്ണയിൽ കിടന്ന് വഴന്ന് വരുന്ന ആ സ്മെല്ലുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സവാളയും ചെറിയുള്ളിയും, കുറച്ച് വെള്ളം കൂടി ഇതിൻ്റെ കൂടെ വീണ് പോയിട്ടുണ്ട്, നമ്മളിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള 2 ഉണ്ട്, ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. പക്ഷേ ചെറിയുള്ളി മുറിച്ചിട്ടില്ല, അതങ്ങനെ തന്നെ ചേർത്തതാണ്. ഇനി ഞാൻ ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ പോവാണ്. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നാലേ ചിക്കൻ്റെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മാത്രമല്ല ചെറിയുള്ളി മുറിച്ചിട്ടുമില്ല, അപ്പോൾ അതൊന്ന് നന്നായിട്ട് വഴന്ന് കിട്ടണം. ഇതിനിടയിൽ നമുക്ക് ഓരോരോ ചേരുവകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ചേർത്തത് പച്ചമുളകാണ്. ഒരു 2-3 പച്ചമുളക് ഉണ്ടാവും. 2 തക്കാളി മുറിച്ചത് ചേർത്തിട്ടുണ്ട്. കുറച്ച് വലിയ കഷ്ണമായിട്ടാണ് മുറിച്ചത്. ഇത് എന്തായാലും വഴന്ന് കിട്ടുമല്ലോ, അതുകൊണ്ട് കുറച്ച് വലിയ കഷ്ണമായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത് സർവ്വസുഗന്ധിയുടെ ഇലയാണ്. ഇതിൻ്റെ മരം വീട്ടിലുണ്ട്, അതുകൊണ്ട് ഇത് ഞങ്ങൾ സാധാരണ ചിക്കൻ കറിക്കൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഇത് മഞ്ഞൾപ്പൊടിയാണ്, ചെറിയ സ്പൂണാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട്. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ 4 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവ് കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, കാശ്മീരിയാണ്. നല്ല നിറം ഉണ്ടാവും, നല്ല കൊഴുപ്പും ഉണ്ടാവും കറിക്ക്. ഓവർ എരിവ് ഉണ്ടാവുകയില്ല, പക്ഷെ കുറച്ചൊരു എരിവൊക്കെ വേണം. ചിക്കൻ കറി ആകുമ്പോൾ ഒരു ഇത്തിരി എരിവില്ലെങ്കിൽ ഒരു രുചി ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി കൂടി പോകരുത് കേട്ടോ. മല്ലിപ്പൊടി കൂടി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറിയുടെ ആ നിറം നഷ്ടപ്പെട്ടു പോവും. ഇതിൻ്റെ അട്രാക്ഷൻ തന്നെ ആ നിറമല്ലേ. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞു വന്നാൽ മാത്രം മതി കേട്ടോ. കുറേ നേരമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മുളക് പൊടിക്കൊരു കയ്പ്പ് രസം വന്നു പോവും. ഇനിയിപ്പോൾ ഇതിലേക്ക് ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് 1.5 കിലോ ചിക്കനാണ് ഉള്ളത്. ഇത് മുഴുവൻ എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കണേ. കാരണം എന്താ അറിയോ, നമ്മൾ എപ്പോൾ ചിക്കൻ വാങ്ങിച്ചാലും അമ്മ അതിൽ അധികം ഫ്ലഷി അല്ലാത്ത കുറച്ച് കഷ്ണങ്ങളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടാവും. നമുക്കത് മനസ്സിലാവേ ഇല്ല. പിറ്റേ ദിവസവും നമുക്കൊരു ചിക്കൻ കറി ഉറപ്പാണ്. ഇനിയിപ്പോൾ ഈ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വന്നിട്ടേ ഇതിലേക്ക് വെള്ളം ഒഴിക്കുകയുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ചതച്ച കുരുമുളകാണ്, ഒരുപാടൊന്നും പൊടിക്കേണ്ട. ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ കുരുമുളകാണ് കേട്ടോ. ഇനി ഇതൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കാം. ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്തിട്ടില്ല, ഒന്ന് ചൂടായി വന്നിട്ടേ ഉള്ളൂ. അത് വേവുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. മതി, ഒരുപാട് വെള്ളം വേണ്ട. കാരണം ഇതിലേക്ക് വേറൊരു സാധനം കൂടെ നമുക്ക് ചേർക്കാനുണ്ട്. ഇപ്പം തന്നെ എന്തായാലും ഇതിൻ്റെ ഒരു നിറം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. എനിക്ക് ചെറിയ മൂടിയേ കിട്ടിയുള്ളൂ കേട്ടോ. ഇപ്പം ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നോക്കണം കേട്ടോ, ഉപ്പുണ്ടോ ഇല്ലേ എന്നൊക്കെ. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചൊന്ന് പൊടിക്ക് കൂടുതൽ വേണം. കാരണം നമ്മളിതാ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. നല്ല കട്ടി
കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. ഇത്രയൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ, നല്ല സൂപ്പർ കറിയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ലാന്ന് അല്ലേ? എനിക്കറിയാം, ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുമെന്ന്. കാരണം ഉണ്ടാക്കാനും വളരെ എളുപ്പമാണല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെയാണ്, ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെല്ലാവരും എന്നെ അഭിപ്രായം അറിയിക്കില്ലേ? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോക്ക് ഒരു ലൈക്ക് പോലും ചെയ്തില്ലല്ലോ. ഒന്ന് പെട്ടെന്ന് ലൈക്ക് ചെയ്തേ. മാത്രമല്ല കേട്ടോ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണേ. എന്നാലേ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്കറിയാവുന്ന ഇങ്ങനെയുള്ള സ്പെഷ്യൽ റെസിപ്പികളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കൂടി ഒന്ന് പറഞ്ഞു തന്നോളൂ കേട്ടോ. ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാം. ഞാനിതിപ്പോൾ എൻ്റെ മൊബൈലിലാണ് കേട്ടോ റെക്കോർഡ് ചെയ്തത്. അതുകൊണ്ട് ആ മെസ്സേജ് വന്ന ശബ്ദമൊക്കെ നിങ്ങൾ കേട്ടത്. ഇനിയും നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.